അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കഴിഞ്ഞ ദിവസമാണ് വെടിയേറ്റത്. ചെവിക്ക് പരിക്കേറ്റ ട്രംപ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആക്രമിയെ പോലീസ് വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ആക്രമണത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിംഗ് ആയിരിക്കുന്നത് ട്രംപിനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ലൈസൻസ് ഉള്ളവർക്ക് തോക്കുകൾ എളുപ്പം ലഭിക്കുന്ന അമേരിക്കയിലെ കുപ്രസിദ്ധമായ തോക്കുകളിലൊന്നാണ് ട്രംപിനെ വെടിവെക്കാൻ ഉപയോഗിച്ച AR-15. അമേരിക്കയുടെ റൈഫിൾ എന്നറിയപ്പെടുന്ന ഈ തോക്ക് വളരെ കുപ്രസിദ്ധവുമാണ്. അമേരിക്കയിൽ പലപ്പോഴും നടക്കുന്ന കൂട്ടവെടിവയ്പ്പുകളിൽ ഈ റൈഫിളിന്റെ സാന്നിധ്യം പ്രകടമാകാറുണ്ട്. ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന തോക്ക് നിയന്ത്രണങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദം ഉയർത്തുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. AR-15 നിർമ്മിക്കുന്ന കമ്പനികൾ അദ്ദേഹത്തെ ആദരിക്കാനായി പ്രത്യേക എഡിഷനിൽ ഈ തോക്കുകൾ പുറത്തിറക്കിയിരുന്നു. 2020 ഇത്തരമൊരു തോക്ക് പിടിച്ച് ട്രംപ് നിൽക്കുന്നതിൻ്റെ ഒരു ചിത്രം അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ ചിത്രത്തിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് ഇപ്പോൾ ട്രോളുകളും ഇറങ്ങുന്നത്. ഈ തോക്കുകൾ US വളരെ വ്യാപകമാണ്. കണക്കുകൾ അനുസരിച്ച് 20 അമേരിക്കക്കാരിൽ ഒരാൾ വെച്ച് ഈ തോക്ക് ഉപയോഗിക്കുന്നുണ്ട്. 2.46 കോടി US പൗരന്മാരുടെ കൈവശം ഈ തോക്കുണ്ടെന്നും പറയുന്നുണ്ട്. പലരും ഇത്തരം തോക്കുകൾ ഒന്നിലധികം വാങ്ങുന്നതിനാൽ ആകെ 4.4 കോടി തോക്കുകൾ അമേരിക്കയിലുണ്ടെന്നാണ് കണക്ക്. 2012 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 200 പേരെങ്കിലും ഈ തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിവെപ്പുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 17 മാരകമായ വെടിവെപ്പുകളാണ് ഇക്കാലയളവിൽ ഈ തോക്ക് ഉപയോഗിച്ച് നടത്തിയത്. സെമി ഓട്ടോമാറ്റിക് ഗണത്തിൽപ്പെടുത്താവുന്ന AR-15 1950 ആൽമലൈറ്റ് എന്ന കമ്പനിയാണ് വികസിപ്പിച്ചത്. AR എന്ന പേര് ഇതിന് വന്നത് ആൽമലൈറ്റിൽ നിന്നാണ്. പിന്നീട് ഈ തോക്കിൻ്റെ ഡിസൈൻ കോർട്ട് എന്ന മറ്റൊരു പ്രശസ്ത ആയുധ നിർമ്മാണ കമ്പനിക്ക് കിട്ടി. അവർ അത് വികസിപ്പിച്ച് M16 എന്ന സൈനിക റൈഫിൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് അമേരിക്കൻ സൈന്യത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നവയാണ്. 1977 AR-15 മേൽ കോൾട്ടിനുണ്ടായിരുന്ന പേറ്റന്റ് അവസാനിച്ചിരുന്നു. പക്ഷേ ആ പേര് ഇന്നും അവർക്ക് സ്വന്തമാണ്. മറ്റ് പല കമ്പനികളും ഈ തോക്ക് ഇതേ ഡിസൈനിൽ മറ്റ് പേരുകൾ നിർമ്മിക്കുന്നുണ്ട്. എങ്കിലും ഇവയെല്ലാം അമേരിക്കക്കാർക്ക് AR-15 തന്നെ. അനേകം സിനിമകളിലും സീരീസുകളിലും വീഡിയോ ഗെയിമുകളിലും ഈ തോക്കുണ്ട്. അതിനാൽ തന്നെ ഈ തോക്ക് അമേരിക്കൻ പൊതുബോധത്തിൽ ഉറച്ച സ്വാധീനം നേടിയിട്ടുണ്ട്.